2013 ഏപ്രിൽ 1 മുതൽ ബഹുമാനപ്പെട്ട തോമസ് പതിക്കൽ അച്ഛനോടൊപ്പം വിളക്കന്നൂർ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. നവംബർ 15 തിരുവോസ്തിയിലെ യേശുവിന്റെ തിരുമുഖം അച്ഛൻ കണ്ടതിന് ശേഷം ഓടിച്ചെന്ന് കാണുവാൻ എനിക്ക് സാധിച്ചു. പരീക്ഷണങ്ങൾക്കായി റോമിലേക്ക് ആ തിരുവോസ്തി കൊണ്ടുപോയപ്പോൾ രേഖാമൂലം സാക്ഷ്യം കൊടുക്കുവാനും എനിക്ക് സാധിച്ചു. നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പതിക്കലച്ഛനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മായാത്ത ഒത്തിരിയേറെ ഓർമ്മകൾ ഇന്ന് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ വളരെ കാർക്കശ്യമുള്ള അച്ഛനായിരുന്നു തോമസ് അച്ഛൻ. ഒരു വിട്ടുവീഴ്ചയും ആത്മീയ കാര്യങ്ങളിൽ അച്ഛൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഇടവക ജനത്തിന്റെ ആത്മീയ വളർച്ച സന്തോഷത്തോടെ നോക്കിക്കാണുകയും വലിയ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നുമില്ലാതെ കൊച്ചു കൊച്ചു ആത്മീയ കാര്യങ്ങൾ ഇടവകയിൽ നിർവഹിച്ചുകൊണ്ട് ഇടവക ജനത്തെ ആത്മീയമായി വളർത്തുവാൻ അച്ഛൻ വളരെയധികം ദത്തശ്രദ്ധനായിരുന്നു. വിശുദ്ധ കുർബാനയിൽ അച്ഛന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നത് അച്ഛന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ സാധിക്കും. അഭിഷിക്തനായ ആ ദിവസം മുതൽ അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ എത്ര ദിവ്യബലി അച്ഛൻ അർപ്പിച്ചു എന്ന് അച്ഛനോട് ചോദിച്ചാൽ കൃത്യമായി അച്ഛൻ എണ്ണം അറിയാമായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഇതാണ്: ഞാൻ എവിടെ ദിവ്യബലി അർപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയാലും ഞാൻ ഒരിക്കലും അതിനെ നോ പറയാറില്ല. എനിക്ക് ദിവ്യബലി അർപ്പിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ദിവ്യബലി ഞാൻ കുറിച്ചിടും. നാളെ അർപ്പിക്കാൻ പോകുന്ന എത്രാമത്തെ ബലിയാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. വിളക്കന്നൂർ ഇടവകയിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സത്യം ഇതാണ്: വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ ദേവാലയം മാത്രമല്ല, ആ ദേവാലയ പരിസരങ്ങളും ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ അച്ഛൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. വളരെ പ്രത്യേകിച്ചും അച്ഛൻ ഇടവകയിലെ തന്റെ മക്കളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്: മക്കളെ, വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് നിങ്ങൾ നേരത്തെ വരണം. ദേവാലയത്തിലിരുന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങണം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിങ്ങൾ ദേവാലയത്തിൽ നിന്ന് തിടുക്കം കൂട്ടി ഓടരുത്. അവിടെ ഇരുന്ന് ശാന്തമായി കർത്താവിന് നന്ദി പറഞ്ഞ് തിരിച്ചു പോകണം. ഇതിനുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ കുർബാനയ്ക്ക് മുൻപോ കുർബാനയ്ക്ക് ശേഷമോ നമ്മുടെ അന്തരീക്ഷം ശാന്തമായിരിക്കണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. അച്ഛൻ പല പ്രാവശ്യവും തന്റെ മക്കളെ പല ഞായറാഴ്ചകളായിട്ട് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു: നിങ്ങൾ മറന്നുപോയോ മക്കളെ, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന്. വിശുദ്ധ കുർബാനയോടും തന്റെ അഭിഷിക്ത ജീവിതത്തോടും ഇത്രയേറെ പ്രാധാന്യം കാണിച്ചത് കൊണ്ടാവണം, ഇത്രയേറെ താല്പര്യമുള്ളത് കൊണ്ടാവണം ഞാൻ വിശ്വസിക്കുന്നു 2013 നവംബർ 15 അച്ഛന്റെ കയ്യിലൂടെ തന്നെ ആ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ആ ദിനത്തിലേക്ക് ഒന്ന് തിരിച്ചു നടക്കുമ്പോൾ അന്ന് രാവിലെ 7:10 കൂടിയാണ് അച്ഛൻ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖം ദർശിച്ചത്. അതിനുശേഷം ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങളെ എല്ലാവരെയും ആ തിരുമുഖം അച്ഛൻ കൊണ്ടുവന്ന് കാണിച്ചു. പിന്നെ സക്രാരിയിൽ വെച്ച് പൂട്ടി. പിന്നെ അച്ഛന്റെ ആ മുന്നോട്ടുള്ള ആ യാത്രയില് ഞാൻ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ശാന്തമായി സൗമ്യമായി മുന്നോട്ട് ചരിക്കുന്ന ഒരു അഭിഷിക്തനെയാണ്. അന്നേ ദിവസം എനിക്ക് തോന്നുന്നു രാവിലെ 9:30 മുതൽ 11:30 വരെ അച്ഛന്റെ കയ്യിൽ പിടിച്ചു തന്നെ അച്ഛൻ ബേമയുടെ അടുത്ത് ആ തിരുവോസ്തിയുമായി അവിടെ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും കാണിച്ചു. യാതൊരു മടുപ്പും കൂടാതെ അന്നത്തെ ആ ദിവസം മുഴുവനും അച്ഛൻ ആ ദേവാലയത്തോടും ദിവ്യകാരുണ്യത്തോടും ചേർന്ന് നിന്നു. അതിനുശേഷം 11:30 തലശ്ശേരി അതിരൂപതയിൽ നിന്നും പിതാവിന്റെ ഒരു സന്ദേശം കിട്ടി: തിരുവോസ്തി സക്രാരിയിൽ വെച്ച് പൂട്ടുക, തലശ്ശേരിയിൽ നിന്നും ആള് വന്നതിന് ശേഷം തുറന്നാൽ മതിയെന്ന്. എന്നാൽ ദേവാലയവും ദേവാലയ പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് മനസ്സിൽ ആഗ്രഹിച്ചു വന്നവരെ ഒന്ന് കാണിച്ചാലോ എന്ന്. പലരും അച്ഛനോട് പറഞ്ഞു: അച്ഛാ, തുറന്ന് കാണിക്കുക, ഞങ്ങൾ വളരെ ദൂരത്തു നിന്ന് വന്നതാണ് എന്ന്. എന്നാൽ അധികാരികളോടും സഭയോടും സഭാ കാര്യങ്ങളോടും വളരെ കൂറ് പുലർത്തുന്ന അച്ഛൻ അവരോട് പറഞ്ഞു: മക്കളെ, അധികാരികളെ നമ്മൾ അനുസരിക്കണം. പിതാവ് പറഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ 2:30 വരെ കാത്തിരുന്ന് 2:30 വീണ്ടും തലശ്ശേരിയിൽ നിന്നും ആള് വന്നപ്പോൾ അച്ഛന്മാർ വന്ന് ഈ സത്യം തിരിച്ചറിഞ്ഞു. ആ തിരുമുഖം അവർ ദർശിച്ചു. അതിനുശേഷം അരളിക്കയിൽ ഇത് പ്രദർശിപ്പിച്ചു. അവിടെ കടന്നു വന്ന ആളുകളുടെ എണ്ണം നമുക്ക് എണ്ണാവുന്നതല്ല. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഇടവിടാതെ ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ മുഴുവൻ സമയം ദേവാലയം പ്രാർത്ഥനാ നിരതമായിരുന്നു. അച്ഛൻ പ്രാർത്ഥനകൾ നയിക്കാനും ആരാധന നടത്താനും ഞങ്ങളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു.
അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ വലിയൊരു അന്തരീക്ഷം ആ ദേവാലയത്തും ദേവാലയ പരിസരങ്ങളിലും നിറഞ്ഞു നിന്നു. ഞാൻ ഓർമ്മിക്കുന്നു, രാത്രി 12 മണി വരെ അച്ഛനും ഞങ്ങൾ എല്ലാവരും ആ ദേവാലയത്തിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിനെ കുറിച്ചോ സ്കൂളിന്റെ പരിസരത്തെ കുറിച്ചോ ഞാൻ ചിന്തിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ആരും, ഞങ്ങളുടെ സമൂഹത്തിലെ ആരും അച്ഛനും ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വൈകുന്നേരമാണ് ഞങ്ങൾ ഓർമ്മിക്കുക, അന്നത്തെ ദിവസം ഭക്ഷണം പോലും കഴിക്കാൻ ഞങ്ങൾ ഓർത്തില്ല എന്ന്. അന്നത്തെ ദിവസം അത് പൂർത്തിയാക്കി പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീണ്ടും സക്രാരി തുറന്ന് ഇതുപോലെ തന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖം അരുളിക്കൽ പ്രദർശിപ്പിച്ചു. അത് കണ്ട് ആയിരക്കണക്കിന് ആളുകൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നുപോയി. അവിടെയെല്ലാം അച്ഛനിൽ കാണാൻ സാധിച്ച ഒരു പ്രത്യേകത ഇതാണ്, അച്ഛനിലുള്ള ഒരു ശാന്തത. അച്ഛന് 100% ഉറപ്പാണ് അച്ഛന് ഇത് അത്ഭുതമാണ് എന്ന്. മറ്റുള്ളവർക്ക് സംശയിക്കാം, പക്ഷെ അച്ഛൻ ഉറപ്പാണല്ലോ. എങ്കിലും അച്ഛൻ അതിൻ്റെ ഒരു ആർഭാടങ്ങളോ ബഹളങ്ങളോ ഒരു തെളിവ് ശേഖരണമോ തെളിവ് നടത്തലോ ഒന്നും നടത്താതെ വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇനി 3-ാം ദിവസം ഞായറാഴ്ച രാവിലെ 5:30 മണിക്ക് ഞാൻ പള്ളിയിൽ എത്തുമ്പോൾ കാണാൻ സാധിച്ച, ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചൊരു കാഴ്ച ഇതാണ്. പ്രഭാതത്തിലെ തലശ്ശേരി അതിരൂപതയിൽ നിന്നും അച്ഛന്മാര് വാഹനവുമായിട്ട് വന്നു. തിരുവോസ്തിയുമായി അച്ഛന്മാര് രൂപതയിലേക്ക് പോയി. ആ പരിസരം മുഴുവനും ജനം ഇങ്ങനെ ബഹളം വെക്കുകയാണ്. പിതാവ് കട്ടുകൊണ്ടുപോയി, അച്ഛന്മാര് വന്നു, തിരുവോസ്തി കൊണ്ടുപോയി, ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേട്ടില്ല, ഞങ്ങളെ കാണിച്ചില്ല, ഇങ്ങനെ പല പല പരാതികളുമായിട്ട് ആ അന്തരീക്ഷം മുഴുവനും വളരെ ബഹളം നിറഞ്ഞതായിരുന്നു. ഞങ്ങൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ശാന്തമായി അവിടെ ഇരുന്ന് ഞങ്ങളോട് മറുപടി പറഞ്ഞു. രൂപതയിൽ നിന്നും പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് അത് രൂപതയിലേക്ക് കൊണ്ടുപോയി. ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. നവംബർ 21-ന് ക്രിസ്തുരാജന്റെ തിരുനാളല്ലേ, അന്ന് അതിനുശേഷം കൊണ്ടുപോയിരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന്. എന്നാൽ അച്ഛൻ ശാന്തമായിരുന്നെങ്കിലും ജനം വളരെ അസ്വസ്ഥരായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ ജനത്തെ എല്ലാവരും, അച്ഛൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ജനത്തെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളെ, സഭാ അധികാരികള് ദൈവത്തിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചാൽ ദൈവം നമ്മുടെ വഴികളെ ക്രമീകരിക്കും. ആ തിരുവോസ്തിയിൽ തിരുമുഖം തെളിഞ്ഞത് നമ്മൾ ആരും പറഞ്ഞിട്ടല്ല. അങ്ങനെ ഒരു തിരുമുഖം തെളിഞ്ഞെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിനങ്ങളിൽ എന്നെങ്കിലും തമ്പുരാൻ ഈ ദേവാലയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ശാന്തരാവുക. ആ അന്തരീക്ഷം തന്നെ വളരെ ശാന്തമായി സമാധാനപൂർണമായി. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും സമാധാനം തോന്നി. ജനം അവിടെ നിന്ന് ഉച്ചത്തിൽ വിശ്വാസ പ്രമാണം 7 മണി മുതൽ 7:30 വരെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ദിവ്യബലി അർപ്പിച്ചു. അച്ഛൻ ശാന്തമായി പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഒരു പരാതിയും അച്ഛൻ പറഞ്ഞില്ല. തിരുവോസ്തി കൊണ്ടുപോയല്ലോ, പിന്നെ പിതാവ് എന്നോട് പറഞ്ഞില്ലല്ലോ, അങ്ങനെ ചെയ്തില്ല, ഒരു പരാതിയും അച്ഛൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ അച്ഛനിൽ കാണാൻ സാധിച്ച മറ്റൊരു അവസ്ഥ ഇതാണ്, അച്ഛൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടില്ല. വളരെ ശാന്തമായിട്ട് ദൈവഹിതമല്ലേ, നിറവേറട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, നാളെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെയെല്ലാം ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതാവസ്ഥയാണ് അച്ഛനെ കാണാൻ സാധിച്ചത്. പിന്നെ മറ്റൊരു പ്രത്യേകത, തുടർന്നുള്ള ദിനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ പലരും പല ഇടങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അച്ഛൻ ഒരു തെളിവ് കൊടുക്കാനും അവിടെ പോയില്ല. അച്ഛൻ ശാന്തനായി നിന്നു. ദൈവത്തിന് അറിയാമല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് കണക്ക് കൂട്ടണ്ട. ചിലർ പറഞ്ഞു അച്ഛൻ കമ്പ്യൂട്ടറിൽ ചെയ്തതാണ്, ചിലർ പറഞ്ഞു കപ്പ്യാര് വരച്ച പടമാണ്, ഇത് ഉണ്ടാക്കി വെച്ചതാണ്, മനുഷ്യനിർമ്മിതമാണ്, ഇങ്ങനെ പല വിഖ്യാതികളും ചുറ്റുപാടുന്നും ഉണ്ടായപ്പോഴും അച്ഛൻ അതിനെക്കുറിച്ച് തെളിവ് കൊടുക്കാനോ മറ്റുള്ളവരോട് വ്യാഖ്യാനിക്കാനോ പള്ളിയിൽ നിന്ന് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കാനോ ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടാൻ പോലും അച്ഛൻ മനസ്സ് കാണിച്ചില്ല. ശാന്തമായി വരുന്നവരോട് ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു. ഇനി തിരുവോസ്തി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയതല്ലേ, നെഗറ്റീവായിട്ട് പ്രതികരിക്കാമെന്ന് അച്ഛൻ ചിന്തിച്ചില്ല. അച്ഛൻ തുടർന്നുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവാലയത്തിൽ ആരാധനയും പ്രാർത്ഥനയും നടത്തി വളരെ പ്രാധാന്യം ആ തിരുവോസ്തിക്ക് കൊടുത്തു. അതുപോലെ തന്നെ തിരുവോസ്തിയിൽ ആ തിരുമുഖം തെളിഞ്ഞ ഈശോയുടെ തിരുമുഖം ആ ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചു. ജനം ഇടതടവില്ലാതെ പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിലെ ആരാധനകളിൽ പല അത്ഭുതങ്ങളും നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പലരും മക്കളുണ്ടാകാത്തവർക്ക് മക്കളുണ്ടായെന്നും അതുപോലെ തന്നെ രോഗബാധിതരായവരുടെ അസുഖം മാറിയെന്നോ ഇങ്ങനെ പല അത്ഭുതങ്ങളും തങ്ങൾക്ക് കിട്ടിയതായിട്ട് പലരും പറഞ്ഞതായി ഞങ്ങൾ ആ ദിവസങ്ങളിൽ അറിഞ്ഞു. അന്ന് നടന്ന അത്ഭുതത്തെക്കുറിച്ച് ഞങ്ങൾ സമൂഹത്തിലിരുന്ന് അച്ഛനുമായി പങ്കുവയ്ക്കുമ്പോൾ അച്ഛന്റെ അനുഭവം അച്ഛൻ പറയുന്നത്, എന്താണ് എനിക്ക് ഇങ്ങനെ സാധിച്ചത്, അല്ലെങ്കിൽ ഈ വിളക്കന്നൂർ ഇടവകയിൽ എന്താണ് ഇത് സാധിച്ചതെന്ന് വെച്ചാൽ പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛനൊരു
ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഇത് പ്രഖ്യാപിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞു, നമ്മളൊക്കെ കടന്നുപോയതിന് ശേഷമല്ലേ ഇത് സംഭവിക്കൂ എന്ന് പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് അപ്രതീക്ഷിതമായി അതായത് 12 വർഷങ്ങൾക്ക് ശേഷം, ഈ 12 വർഷത്തെ കാത്തിരിപ്പിനുള്ളില് വിളക്കന്നൂർ ഇടവകയിലേക്ക് തിരുവോസ്തി കൊണ്ടുവന്നപ്പോഴും വലിയൊരു പ്രകടനങ്ങളോ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നും അച്ഛൻ നടത്തിയില്ല. അവിടെയും അച്ഛൻ ശാന്തനായി ഇടപെട്ടു. പിന്നെ ഇതിനോടിടയ്ക്ക് ഞങ്ങൾ അറിയുന്നു അച്ഛൻ രോഗബാധിതനാണ്, ശാരീരികമായ അസ്വസ്ഥതകൾ അച്ഛനുണ്ട് എന്ന്, ക്യാൻസർ രോഗത്തെ അച്ഛനെ ബാധിച്ചു എന്ന് ഞങ്ങൾ അറിയുമ്പോഴും അച്ഛനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: ഓ സാരമില്ല, അത് ദൈവം തന്നതല്ലേ. ഇങ്ങനെ ദൈവം സ്നേഹിക്കുന്നവർക്ക് സമ്മാനമായിട്ട് ഇതുപോലുള്ള രോഗങ്ങളും അസ്വസ്ഥതകളും വേദനകളും ഒക്കെ കൊടുക്കും. അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ എനിക്ക് അസ്വസ്ഥത കൂടാതെ ശാന്തമായി മരിക്കാമെന്ന് അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഒരിക്കലും തന്റെ വേദനയെക്കുറിച്ചോ അല്ലെങ്കിൽ തന്റെ രോഗത്തെക്കുറിച്ചോ ഒരിക്കലും അച്ഛൻ പരാതി പറഞ്ഞിട്ടില്ല. ഓരോ രോഗാവസ്ഥയിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക അല്ലാതെ അച്ഛന്റെ രോഗത്തെക്കുറിച്ച് അച്ഛന് യാതൊരു ചിന്തയും ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സംഭവം 100% ശരിയാണ് എന്ന് അച്ഛന് അറിയാമെങ്കിലും ആരോടും വാദിക്കാനോ അല്ലെ തന്റെ സ്ഥാനം അല്പം കൂടെ ഉയരത്തിൽ കാണുവാനോ ഒരിക്കലും അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് അച്ഛന്റെ ഒരു എളിയ ജീവിതം. തിരുവോസ്തി ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുവന്നപ്പോൾ തിരുവോസ്തിയുടെ അടുത്ത് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനെയാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ഒരഹങ്കാരത്തോടെ ഒരു സംസാരം, എന്നാലും എൻ്റെ കയ്യിലൂടെ ഇത് നടന്നല്ലോ അല്ലെങ്കിൽ എനിക്ക് പറ്റിയല്ലോ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇത് വൈകുന്നതിനെ കുറിച്ചോ ഇതിനെക്കുറിച്ച് അച്ഛനോട് അന്വേഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഒന്നും അച്ഛനൊരു പരാതി ഈ തിരുവോസ്തിയെ കുറിച്ച് ഞങ്ങളോട് 3 വർഷം തുടർന്നുള്ള 3 വർഷങ്ങളിൽ അച്ഛന്റെ കൂടെ ഞങ്ങൾ ആ ഇടവകയിൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അച്ഛന്റെ വായിൽ നിന്നും അതിന് മുന്നോട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. കാലം തെളിയിക്കും, ദൈവം ഇടപെടും എന്ന് മാത്രമേ അച്ഛന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഒരു VIP സ്ഥാനം അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതിന്റെ തെളിവാണ് 2025 മെയ് 31 അവിടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതമാണെന്ന് പ്രഖ്യാപിക്കുവാനായി സഭയുടെ പ്രതിനിധി എത്തിയപ്പോഴും അവിടെ ശാന്തനായി ഒരു കസേരയിൽ ഒരു എളിയവനായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതത്തോടെ ഓർത്തു, ഈ അച്ഛനൊരു പ്രത്യേക റോളൊന്നും അവിടെ ഇല്ലെങ്കിലും എത്ര ശാന്തതയോടെയാണ് ഒരു പ്രകടനങ്ങളോ പ്രഘോഷണങ്ങളോ ഒന്നും നടത്താതെ ആ സമയത്തെ സാഹചര്യങ്ങളെ അച്ഛൻ കൈകാര്യം ചെയ്ത് വിടുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ്. അച്ഛൻ ആ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞു, നവംബർ 15 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, അന്ന് എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് ദിവ്യബലിയിൽ പങ്കുചേരും എന്ന്. 2025 നവംബർ 15 അച്ഛൻ ഈ ദേവാലയത്തിൽ വന്ന് ദിവ്യബലി അർപ്പിച്ചു. 2026 നവംബർ 15 അച്ഛൻ ദിവ്യനാഥന്റെ സന്നദ്ധിയിലിരുന്ന് ഇനിയും ദിവ്യബലിയിൽ പങ്കുചേരും എന്ന് നമുക്ക് വിശ്വസിക്കാം.